ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഒരു തത്സമയ വാർത്ത വായനയാണ്. ആദ്യം വാർത്ത വായിക്കുന്നത് നമ്മുടെ കരിമ്പിങ്കാലയാണ് കേട്ടോ. കരിമ്പിങ്കാലൻ്റെ വാർത്ത നമുക്ക് ആദ്യം കേട്ട് നോക്കാം. അതിനുശേഷം പിന്നൊരു തത്സമയ വാർത്തയും കൂടിയുണ്ട്, അതും കൂടെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുണ്ട്, പറഞ്ഞു കേട്ടോ. നാർക്കോട്ടിക് കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന ഈ ആൺകുട്ടികൾ ഓൾമോസ്റ്റ് ഇവർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഫാക്റ്റ് അല്ലേ അത്. ഓൾമോസ്റ്റ് 100 കേസ് പിടിച്ചാൽ മോർ ദാൻ 80% ഈ സോക്കോൾഡ് വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രയാസം മുഴുവനും ഒരു പ്രത്യേക സോക്കോൾഡ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഈ മയക്കുമരുന്ന്, MDMA, കഞ്ചാവ് പോലുള്ള ലഹരി കച്ചവടത്തിൽ ഒക്കെ പിടിക്കപ്പെടുന്നത് 80% ആൾക്കാരും സോക്കോൾഡ് എന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് വേറെ അറിയില്ല, നമ്മളെ തന്നെയാണ്. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, മുസ്ലിംസിനെയാണ്. അപ്പോൾ നമ്മൾ മുസ്ലിംസ് ആകുമ്പോൾ നമ്മളെ നേരെ വരുമ്പോൾ നമ്മളൊന്ന് പറയണ്ടേ? മിനിമം നമ്മളതല്ല എന്നെങ്കിലും പറയണ്ടേ? മുസ്ലിംസിലുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ ഹിന്ദുസിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഹിന്ദുക്കളുടെ വിഭാഗത്തിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും ഇങ്ങനത്തെ ആൾക്കാരാണ് എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങളും. മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം പേര് വെച്ചിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തി മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിൻ്റെ പേരിൽ അത് ഉപയോഗിച്ചിട്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾ കാണിച്ച് കൂട്ടുകയും ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്ന് വെച്ചിട്ടല്ല മുസ്ലിങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണോ? അല്ല. അതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും ഉണ്ട്. കള്ളന്മാരുണ്ട്, വ്യാജന്മാരുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരുണ്ട്, ഇതിൻ്റെ അകത്തുനിന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർക്ക് സമൂഹത്തിനും എല്ലാവിധ ദോഷങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ഹിന്ദുക്കളും മയക്കുമരുന്നിന് അടിമകളാണോ? അല്ലെ മയക്കുമരുന്ന് കച്ചവടക്കാരാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഏതെങ്കിലും ഹിന്ദുക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് കണ്ടിട്ട് എല്ലാ ഹിന്ദുക്കളും ഇതിൻ്റെ ആൾക്കാരാണ് എന്ന് മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചു തരുമോ? ഇല്ല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? വർഗീയത പടർത്താൻ വേണ്ടിയിട്ട്, മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തുക. അപ്പോൾ മറ്റുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തുന്നല്ലോ എന്നുള്ളൊരു പ്രയാസം മുസ്ലിംസിൻ്റെ ഉള്ളിലും വളർത്തിയെടുക്കുക. അപ്പോൾ അതുവഴി ഹിന്ദുക്കളോട് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ളൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഒരു വിദ്വേഷമൊക്കെ മുസ്ലിങ്ങളുടെ ഉള്ളിലുണ്ടാവുക. അതേപോലെ തന്നെ മുസ്ലിങ്ങളെല്ലാവരും ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണ്, അവരെ അകറ്റി നിർത്തേണ്ട ആൾക്കാരാണ് എന്നുള്ള ഒരു തോന്നൽ ഹിന്ദുക്കളുടെ ഉള്ളിലും ക്രിസ്ത്യാനികളുടെ ഉള്ളിലും നിറയ്ക്കാം. എന്നിട്ട് രാജ്യത്താകെ അല്ലെങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ ഹിന്ദുക്കളുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഐക്യം തകർത്ത് കലാപം ഉണ്ടാക്കുക, രാജ്യം കുട്ടിച്ചോറാക്കുക. ഇവരുടെയും കൂടെ രാജ്യമല്ലേ ഈ നശിക്കുന്നേ? ഇവർക്കും കൂടെയല്ലേ ഇതിൻ്റെ നഷ്ടം? മുസ്ലിങ്ങൾക്ക് മാത്രം? ഈ ഹിന്ദുക്കൾക്കും കൂടെയല്ലേ ഇതിൻ്റെ നഷ്ടം? ഈ ക്രിസ്ത്യാനികൾക്കും കൂടെയല്ലേ ഇതിൻ്റെ നഷ്ടം? ഈ രാജ്യം നശിച്ചാൽ, രാജ്യത്ത് കലാപം ഉണ്ടായാൽ, രാജ്യത്ത് അക്രമം ഉണ്ടായാൽ മുസ്ലിങ്ങൾ മാത്രമാണോ അനുഭവിക്കേണ്ടത്? ഈ MA യൂസഫ് അലി മുസ്ലിം വിഭാഗത്തിലുള്ള ആളല്ലേ? എന്തെല്ലാം നന്മകൾ അദ്ദേഹം ഈ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോൾ, ഒരു ചികിത്സാ സഹായം ആയിക്കോട്ടെ, ഒരു വീട് വെച്ച് കൊടുക്കുന്നതായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്നതായിക്കോട്ടെ, ഇത് സ്വീകരിക്കുന്ന ആൾ മുസ്ലിമാണെന്ന് നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? എന്തുകൊണ്ടായി മയക്കുമരുന്നിൻ്റെ കേസിൽ മുസ്ലിങ്ങളെ വലിച്ചിടുന്ന സമയത്ത് ആരും ഇത് പറയാത്തെ? MA യൂസഫ് അലിൻ്റെ പേരെന്താ പറയാത്തെ? അദ്ദേഹം മുസ്ലിം അല്ലേ? അദ്ദേഹം മദ്രസയിൽ പഠിച്ച ആളല്ലേ? അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇതിന് ഒരു മറുപടിയായിട്ട് വേറൊരു വാർത്ത വരുന്നുണ്ട്. വേറൊരു വാർത്ത വായിക്കുന്നൊരു വേറൊരു ന്യൂസ് റീഡർ വന്നിട്ടൊരു വാർത്ത വായിക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കിട്ടോ. പ്രസ്താവനയെ തുടർന്ന് ഇന്റർപോൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളുടെ വിലവിവര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. ആദ്യമായി ഒരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാകാം ഇന്നത്തെ വാർത്ത. പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യ വിവരങ്ങൾ കൈമാറി UP-യിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. ഫിറോസാബാദിലെ ഹസ്രത്പൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത്. മുക്കാ ചക്രത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ഒറ്റക്കൊടുത്ത ഈ ധീര രാജ്യസ്നേഹി യുവാവ് രവീന്ദ്രകുമാറിന് ഈ വർഷത്തെ വടക്കേടത്താമ അവാർഡ് കൊടുക്കണമെന്ന് മുമ്പ് ഇതേ കേസിൽ പിടിക്കപ്പെട്ട രാജ്യസ്നേഹികൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അത് പരിഗണിക്കണമെന്ന ആവശ്യം അവർ ഊന്നി പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വാർത്ത കേട്ടപ്പോൾ, ഇത് വാർത്തേൻ്റെ കുറച്ച് ഭാഗമാണ്. ഈ വാർത്ത കേട്ടപ്പം നല്ലവരായ ഹിന്ദു സഹോദരന്മാർക്ക് അല്ലെങ്കിൽ എൻ്റെ സഹോദര മതസ്ഥരായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രയാസം തോന്നിയോ? ഈ മുസ്ലിംസ് എന്തിനായിരിക്കും ഇങ്ങനെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്, ഹിന്ദുസിനെയും ക്രിസ്ത്യൻസിനെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് തോന്നിയോ? എന്നാൽ ഇതേ സെയിം ഫീലിംഗ് ആണ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ. എല്ലാവരെയും ഒരിക്കലും ഞാൻ പറയില്ല, ഞാൻ എപ്പോഴും പറയുന്നത് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടതും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരോട് പേഴ്സണലി ചോദിച്ചാൽ അറിയാം ഞാൻ അവരോട് എങ്ങനെയാണ്. വേറൊരു
ഒരു അകറ്റി നിർത്തേണ്ട ആൾക്കാരായിട്ട് ഞാൻ അവരെ കാണുന്നുണ്ടോ, ഞാൻ അവരെ പരിഗണിക്കുന്നുണ്ടോ, ഞാൻ ആ രീതിയിൽ അവരോട് പെരുമാറുന്നുണ്ടോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ സർക്കിളിൽ ചോദിച്ചാൽ അറിയാം. എനിക്ക് ഒരുപാട് സഹോദര മതസ്ഥരായിട്ടുള്ള, അന്യമതം എന്ന് പോലും നമുക്ക് പറയാൻ പാടില്ല, നമ്മളെ പോലെ തന്നെ മറ്റുള്ള മതം നമ്മൾ സഹോദര മതസ്ഥരാണ്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഞാൻ ഒരിക്കലും എന്താക്കൂല, ഒരു വർഗീയത പറയേ അതല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരെ അടച്ചാക്ഷേപിക്കുക ഞാൻ ചെയ്യില്ല. ചുരുക്കം ചിലർ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും എന്താവുകയാണ്, ഒരു പ്രയാസം വരികയാണ്. അപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിന് ഒന്നടങ്കം പറയുമ്പോൾ നമുക്കും പ്രയാസമുണ്ട്. പിന്നെ ഈ ഇപ്പോൾ വാർത്ത വായിച്ചില്ലേ, ഇതിൽ ഹിന്ദുസിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മുസ്ലിംസ് എല്ലാവരും നല്ലവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല. മുസ്ലിംസിൻ്റെ ഇടയിലുണ്ട് ഒരു 5% ആൾക്കാർ അല്ലെങ്കിൽ ഒരു 10% ആൾക്കാർ പറയിപ്പിക്കാൻ വേണ്ടി, നാടിനെ പറയിപ്പിക്കാൻ വേണ്ടി, സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. ഇതേ സെയിം സിറ്റുവേഷനാണ് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഉള്ളത്. എന്ന് വെച്ചിട്ട് ഈ ഹിന്ദുസ് എല്ലാവരും മയക്കുമരുന്ന് കടത്തുന്നവരാണെന്ന് ആരെങ്കിലും സമ്മതിച്ചു തരുമോ? അല്ലെങ്കിൽ അതാണോ സത്യം? അതല്ല സത്യം. അതേപോലെ തന്നെയാണ് മുസ്ലിംസ് എല്ലാവരും മയക്കുമരുന്ന് കടത്തുന്നവരല്ല, എല്ലാവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല. അങ്ങനെ അല്ലാതിരിക്കുന്നിടത്തോളം കാലം മുസ്ലിങ്ങളെ പറഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും. അപ്പം നമ്മളെ പോലുള്ള ആൾക്കാർ പ്രതികരിച്ചു എന്ന് വരും. ഇത് പറയുമ്പം ആരും പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിംസിനെ പറയുമ്പം നിങ്ങളത് പ്രതിരോധിക്കണം. നിങ്ങൾ കയ്യും കെട്ടി നമ്മളെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതൊരു കലാപത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. വാർത്ത കുറച്ചും കൂടി ഉണ്ട്, അതും കൂടെ കേട്ടോ കേട്ടോ. അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. പോലീസിനെ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത. MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. തൃശൂർ MDMA മരദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. എറണാകുളം വാതുരുത്തി സ്വദേശി വിനു ആന്റണി 38 പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയുടെ അയൽവാസിയാണ്. ആന്റണിയെ വിട്ടിട്ട് അബ്ദുൾ ഷുക്കൂറിനെ പിടിക്കാൻ നിർദ്ദേശം. ഇപ്പോൾ കിട്ടിയ വാർത്ത, എടപ്പള്ളിയിലെ മാളിൽ ഷോപ്പ് മാനേജർ 7 മണി കഴിഞ്ഞാൽ രാസലഹരി വിൽപ്പന. പ്രതി റോണി വീണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാളിൽ ഇന്നലെ ഒരു മുസ്ലിം യുവാവ് ഷോപ്പിങ്ങിന് വന്നതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. കണ്ണൂർ തളിപ്പറമ്പിൽ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ. പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനാണ് പിടിയിലായത്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്റർപോൾ തെരയുന്ന കൊടും കുറ്റവാളി അലക്സസ് വർക്കരയിലെ ഹോം സ്റ്റേയിൽ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. ഇന്റർപോൾ തെരഞ്ഞ ലുത്തിയാന സ്വദേശി കേരളത്തിൽ നിന്ന് പിടിയിലായി. അലക്സസിന്റെ താമസിച്ചിരുന്നത് വർക്കരയിലെ ഹോം സ്റ്റേയിൽ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന യുവതിയെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. KSRT ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന പ്രീതുജി നായർ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ KJ സന്തോഷം സംഘവും ചേർന്നാണ് ചെക്ക് പോസ്റ്റ് ബസ് തടഞ്ഞത്. തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ പരിങ്ങിയ പ്രീതുവിന്റെ കയ്യിൽ കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഇതിൽ വിചിത്രമായുള്ളത്, ഈ പ്രീതുജി നായരുടെ കൂടെ അബ്ദുൾ ഷുക്കൂറും അബ്ദുൾ ജബ്ബാറും ഇല്ല എന്ന തീരാനഷ്ടവും വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. MDMA ലീഡറെ ബാംഗ്ലൂരിലെത്തിപ്പൊക്കി കേരള പോലീസ്. അറസ്റ്റിലായ സഞ്ജു ആർ പിള്ളക്ക് രാജ്യാന്തര ലഹരി കടത്ത് ബന്ധമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് അബ്ദുൾ ഷുക്കൂറുമായോ അബ്ദുൾ മനാഫുമായോ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ സമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു. ഓമശ്ശേരിയിൽ MDMAയുമായി യുവ ഡോക്ടർ പിടിയിൽ. വാർത്തകൾ വിശദമായി. ഓമശ്ശേരിയിൽ MDMAയുമായി ഡോക്ടർ പിടിയിൽ. ദന്ത ഡോക്ടറായ പാലക്കാട് കരിമ്പക്കളിയോട് കണ്ണൻ കുളങ്ങര വിഷ്ണുരാജാണ് അറസ്റ്റിലായത്. ഇദ്ദേഹത്തിന് അബ്ദുൾ മനാഫുമായോ അബ്ദുൾ ജബ്ബാറുമായോ ഇന്നിതുവരെ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. ഈ സമയം മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം. 3 പേർ കൂടി അറസ്റ്റിൽ. ജോസഫ്, റോയ്, ബിജു എന്നിവരാണ് പിടിയിലായത്. ഇവരോടൊപ്പം അബ്ദുൾ മനാഫോ അബ്ദുൾ ജബ്ബാറോ ആ പരിസരത്ത് കൂടി പോയിട്ടില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളെ അറിയിക്കുന്നു. നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. കേരളത്തിലേക്ക് ലഹരിക്കടത്ത് വിദേശ പൗരൻ ബാംഗ്ലൂരിൽ പിടിയിലായത് താൻസാനിയ സ്വദേശി പ്രിൻസ് സാംസണാണ്. ഇദ്ദേഹം കാസക്കാരുമായി ബന്ധമുണ്ടെന്ന് വിദഗ്ധ പരിശോധന നടത്തും. ഇന്നത്തെ ന്യൂസ് അവരോട് അവസാനിക്കുന്നു. കൂടുതൽ രാജ്യസ്നേഹികളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്, ജയ് മഹിഴ്മതി. കാര്യം പറയുമ്പോൾ വിരോധമൊന്നും തോന്നരുത്. കാരണം എന്താ വെച്ചാലേ, പിന്നെ ഈ കരിമുകാലേനെ പോലെയുള്ള ആൾക്കാരോടാണ് ഇത്രയും പേരുകൾ വായിച്ചപ്പം ഇതിനകത്ത് എവിടെയെങ്കിലും മുസ്ലിംസ് ഉണ്ടോ? മുസ്ലിംസിലുള്ള വാർത്തകളുണ്ട്, ഇല്ല എന്നല്ല. ഇതിൽ വന്ന മെജോറിറ്റി മുസ്ലിംസ് ആണോ? നിങ്ങൾ പറയണ്ടല്ലോ 80% മുസ്ലിംസ് ആണ് ഉള്ളത് ഇതിനകത്ത്. മയക്കുമരുന്ന് ആയിട്ട് ബന്ധപ്പെട്ട് കച്ചവടമായാലും ഉപയോഗമായാലും ബാക്കിയുള്ളതായാലും മുസ്ലിംസ് ആണ് കൂടുതൽ എന്ന്. ഇതിലെവിടെ മുസ്ലിംസിലെ? നിങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ച് മുസ്ലിംസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. നമ്മളൊന്നും ചിലപ്പം ശ്രമിച്ചാൽ നടക്കുമെന്ന് വരില്ല. അപ്പോൾ അൻസാരി സോഹരി ഉസ്താദിന് എന്താ പറയുക, അഭിനന്ദനങ്ങൾ. തുടർന്നും ഇതേപോലെയുള്ള പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എൻ്റെ ഹിന്ദു
സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഇത്തരം വീഡിയോസ് കണ്ടൊരിക്കലും എന്നെ ഒരു വർഗീയവാദിയായിട്ട് തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. നിങ്ങളോടാർക്കും ആരോടും എനിക്കൊരു ദേഷ്യമോ അല്ലെങ്കിൽ വിരോധമോ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ വർഗീയതയൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഒരമ്മ പറ്റ മക്കളെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളതാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ നമ്മൾ ഒന്നിച്ച് നിന്ന് നേരിടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് പറയാൻ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.